കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു എന്താണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. ഓർമ്മയുണ്ടോ? എന്തായിരുന്നു റിഫ്രാക്ഷൻ മക്കളെ? ഇവിടെ തന്നെ നിങ്ങളുടെ ഈ ചിത്രത്തിലൂടെയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. എന്താണ് ഒന്ന് സിമ്പിൾ ആയിട്ടൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ഭാഗത്ത് എന്താണുള്ളത്? ഈ മുകൾ ഭാഗം എന്ന് പറയുന്നിടത്ത് എന്തുണ്ട്? എയർ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, വായു. ഇങ്ങ് താഴെ എന്തുണ്ട്? വാട്ടർ ഉണ്ട്. ഈ പ്രകാശം എന്ത് ചെയ്യുന്നു? അതാണ്ട് ഈ ലേസർ ലൈറ്റിനെ എയറിൽ നിന്നും വാട്ടറിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഒരു വ്യതിയാനം, എന്താ ഇവിടെ എത്തുമ്പോൾ ഒരു ചരിവ് ഇങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ ഒരു വ്യതിയാനം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വാക്ക് എന്തോ ഡീവിയേഷൻ സംഭവിക്കും. നേരെ പോകേണ്ട ലൈറ്റ് റേ എന്ത് ചെയ്തു? ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു, അല്ലെങ്കിൽ വ്യതിയാനം സംഭവിച്ചു. അതിനെയാണ് റിഫ്രാക്ഷൻ എന്ന് വിളിച്ചത്. എന്തുകൊണ്ടാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നതിൻ്റെ ആൻസർ ആയിരുന്നു ഇത്. എന്തായിരുന്നു? വായുവിലൂടെയുള്ള പ്രകാശത്തിന്റെ സ്പീഡ് 3 × 10⁸ ആണെങ്കിൽ വെള്ളത്തിലൂടെ പോകുമ്പോൾ അതിന്റെ സ്പീഡ് 2.25 കുറയുന്നു. അപ്പോൾ രണ്ട് മാധ്യമത്തിലും, ഇതെന്തോ മാധ്യമം അല്ലെങ്കിൽ മീഡിയം, എയർ എന്ന് പറയുന്ന മാധ്യമം അല്ലെങ്കിൽ മീഡിയത്തിലും വാട്ടർ എന്ന് പറയുന്ന മാധ്യമം അല്ലെങ്കിൽ മീഡിയത്തിലും പ്രകാശത്തിൻ്റെ യാത്ര ചെയ്യുന്ന സ്പീഡ് ഒരുപോലെയല്ല. അതുകൊണ്ടാണ് എന്തുണ്ടാകുന്നതെന്ന് പറഞ്ഞു? റിഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ പിന്നീട് പഠിച്ചു ഈ വേഗത മാറാനുള്ള കാരണം ആരാണ്? പ്രകാശിക സാന്ദ്രതയാണ്. ഓരോ വസ്തുവിനും അതിൻ്റേതായിട്ടുള്ള ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രതയുണ്ട്. അപ്പോൾ ഈ കാരണത്താൽ വസ്തുക്കളുടെ എന്ത് കുറയും? പ്രകാശം സഞ്ചരിക്കുന്നതിൻ്റെ വേഗത ഇതുപോലെ മാറും. ഇങ്ങനെ മാറുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഓരോ വസ്തുവിനും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രകാശിക സാന്ദ്രതയുണ്ട്. ആ സാന്ദ്രത കാരണം ഓരോ വസ്തുവിലുമുള്ള പ്രകാശത്തിൻ്റെ സ്പീഡ് ഇങ്ങനെ മാറുന്നു. ഇങ്ങനെ മാറുന്നത് കൊണ്ടാണ് ഇതുപോലെ പോയേണ്ട ലൈറ്റ് റേ ഇങ്ങനെ ചരിഞ്ഞത്. അതിനെയാണ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. സെറ്റാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വരയിടുന്ന ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക. ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് ഇൻ ടേൺ റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി പുതുതായി ഒരു വാക്ക് വരുന്നു, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. മലയാളം മീഡിയക്കാർ ഓർത്തിരിക്കുക. പ്രകാശിക സാന്ദ്രതയാകട്ടെ മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പുതിയ ഒരാളെത്തി മക്കളെ. ആരാണത്? അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ ഇനി പറഞ്ഞ കാര്യം എന്തുവാണ്? ഒരു വസ്തുവിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈ പറഞ്ഞ സംഭവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ വസ്തുവിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അപവർത്തനാങ്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഒരു വരിയും കൂടെ എഴുതി ചേർക്കാം. ഇവിടെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അപവർത്തനാങ്കമാണ് ദീർഘമുണ്ട്. അപവർത്തനാങ്കം. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ? ഒരു വസ്തുവിന് അപവർത്തനാങ്കമുണ്ട്. ആ അപവർത്തനാങ്കം കാരണം ആ വസ്തുവിന് എന്തുണ്ടാവും? ഒരു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉണ്ടാവും. അത് കാരണത്താൽ അതിൻ്റെ സ്പീഡ് മാറും. അത് കാരണത്താൽ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും. മനസ്സിലായോ? ഒറ്റയടിക്ക് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് റിഫ്രാക്ഷൻ സംഭവിക്കും? ഇങ്ങനെ പോകേണ്ട ലൈറ്റ് റേ നേരെ പോകാതെ ഇങ്ങടേക്ക് ചരിഞ്ഞതിൻ്റെ കാരണം ചോദിച്ചാൽ ഓരോ വസ്തുവിനും അതിൻ്റേതായിട്ടുള്ള എന്തുണ്ട്? അപവർത്തനാങ്കമുണ്ട്. ആ അപവർത്തനാങ്കം കാരണം അതിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉണ്ടെന്ന് പറയാം. ആ ഡെൻസിറ്റി കാരണം വേഗത മാറും. ആ വേഗത മാറുമ്പോൾ ചരിവ് സംഭവിക്കും, അല്ലെങ്കിൽ ആ വ്യതിയാനം സംഭവിക്കും. നേരെ പോകേണ്ടത് ഇങ്ങനെ ഒന്ന് വളയും. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അപവർത്തനം. സെറ്റാണ്. ഇനി ഓരോ വസ്തുവിൻ്റെയും നമ്മൾ ഇനി എന്ത് പഠിക്കാൻ പോവാണ്? ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് പഠിക്കാൻ പോവാം. അപ്പോൾ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് ചോദിക്കുന്നവരോട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മക്കളെ ഇവിടെ ഉണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. വാക്വം എന്ന് പറഞ്ഞാൽ എന്തോ? ഈ വാക്വം എന്ന് പറയുന്ന വാക്കെന്ന് വെച്ചാൽ അവിടെ വായു പോലും ഇല്ല. വായു പോലും ഇല്ലാത്തൊരു പ്രദേശത്ത് ലൈറ്റ് സഞ്ചരിക്കുന്ന സ്പീഡ് കണ്ടോ? ശൂന്യതയാണ് വാക്വം. കണ്ടോ? സ്പെല്ലിംഗ് എപ്പോഴും ഇംഗ്ലീഷിൽ ചോദിക്കുന്നതായിരുന്നു. ഓക്കെയാണ്. അപ്പോൾ വാക്വം എന്ന് പറയുന്നത് എന്താണ്? ശൂന്യതയിലുള്ള പ്രകാശത്തിന്റെ വേഗത. അത് എത്ര എന്താണ്ട് ക്വസ്റ്റിന് താഴെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്ക്. ശൂന്യതയിലുള്ള പ്രകാശത്തിന്റെ വേഗത എത്ര? ശൂന്യതയിലുള്ള പ്രകാശത്തിന്റെ വേഗത എത്ര? ഇവിടെ ഉണ്ട്. 3 ×
10⁸ അല്ലെങ്കിൽ ദാ ഇവിടെയുണ്ട്, ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കുക, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എത്രയാണ്? വാക്വത്തിൽ ശൂന്യതയിൽ സഞ്ചരിക്കുന്ന നമ്മുടെ പ്രകാശം സഞ്ചരിക്കുന്ന എത്ര വേഗതയില? 3 × 10⁸. അപ്പോൾ ശൂന്യതയിൽ, അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്, അതാണ്ട് ഇത് എയർ എന്ന് എഴുതിയിട്ട് അത് ശൂന്യതയല്ലല്ലോ സാർ, പക്ഷെ അവിടെ അതാണ്, പക്ഷെ നമ്മൾ അങ്ങനെ എടുക്കാറില്ല കേട്ടോ, അതുകൊണ്ടാണ് അവിടെയും 3 × 10⁸ എന്ന് തന്നെ പറഞ്ഞേക്കുന്നത്. പോട്ടെ, അപ്പോൾ ശൂന്യതയിലാണ്, യഥാർത്ഥത്തിൽ വാക്വത്തിലാണ്, ശൂന്യതയിലാണ്, വായു പോലും ഇല്ലെങ്കിലാണ് ആ വെളിച്ചം അല്ലെങ്കിൽ പ്രകാശം എത്ര സ്പീഡിൽ പോകുന്നത്? 3 × 10⁸ പോകുന്നത് കേട്ടോ, വാക്വത്തിലാണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം എന്ന് പറയുന്നത് ഏത് അക്ഷരത്തിലാണ് സൂചിപ്പിക്കുന്നത്? സ്മാൾ ലെറ്റർ N. അപ്പൊ ഇനി N എന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് അത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാരണമാണ് ഡെൻസിറ്റി മാറുന്നത്. ഡെൻസിറ്റി മാറുമ്പോൾ സ്പീഡ് മാറും, സ്പീഡ് മാറുന്നുണ്ട് റിഫ്രാക്ഷൻ സംഭവിക്കും. ഓക്കെയാണ്. അപ്പോൾ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ ലൈറ്റിന്റെ സ്പീഡിനെ എവിടെയുള്ള 3 × 10⁸. എപ്പോഴും മുകളിൽ കൊടുത്തിരിക്കുന്ന ആര് തന്നെയായിരിക്കും? 3 × 10⁸. അപ്പോൾ ഇക്വേഷൻ പോലെയും പഠിക്കാനുണ്ട്, പഠിക്കുക. എന്താണ് ഇക്വേഷൻ? N = C/V. എന്തുവാ മക്കളെ ഇക്വേഷൻ? N = C/Y. എന്തുവാ N എന്ന് ചോദിച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം. അപവർത്തനാങ്കം കണ്ടുപിടിക്കാൻ വാക്വത്തിലുള്ള പ്രകാശത്തിന്റെ സ്പീഡ് അതെപ്പോഴും എത്ര? 3 × 10⁸. അതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമുക്ക് ഏത് മീഡിയത്തിനെയാണോ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ട മീഡിയം വെള്ളമാണെങ്കിൽ വെള്ളത്തിന്റെ അടുത്ത് താഴെ എഴുതണം. നമുക്ക് കണ്ടുപിടിക്കേണ്ട എയർ ആണെങ്കിൽ താഴെ എന്ത് എഴുതണം? എയറിന്റെ എഴുതണം. അപ്പോൾ ദാ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? എയറിന്റെ എന്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചു? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചു. അപ്പോൾ നമ്മൾ മുകളിൽ എന്ത് എഴുതും? വാക്വത്തിന്റെ എഴുതി. വാക്വത്തിന്റെ എപ്പോഴും എത്രയായിരിക്കും? 3 × 10⁸. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ എയറിന്റെ ആയതുകൊണ്ട് എത്ര തന്നെയാണ്? 3 × 10⁸. അതുകൊണ്ട് ഉത്തരം എത്ര വന്നു? 1. അപ്പൊ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? എയറിന്റെ എപ്പോഴും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനി അടുത്ത ചോദ്യം നോക്കൂ മക്കളെ, അടുത്ത ചോദ്യം നോക്ക്, ഗ്ലാസിന്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ N കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? മുകളിൽ എഴുതേണ്ടത് എപ്പോഴും ആരാണ്? ദാണ്ട് ഇത് എന്തുവാ? ലൈറ്റിന്റെ വാക്വത്തിലുള്ള ശൂന്യതയിലുള്ള പ്രകാശത്തിന്റെ സ്പീഡ് എഴുതണം മുകളിൽ. 3 × 10⁸ മുകളിൽ എഴുതണം, ഡിവൈഡഡ് ബൈ. ഇനി ആരുടെ എന്ത് എഴുതണം? ആരുടെയാണ് ഇനി എഴുതേണ്ടത്? ആരുടെ സ്പീഡാണ് എഴുതേണ്ടത്? ഗ്ലാസിന്റെ സ്പീഡ് എഴുതണം. ഗ്ലാസിന്റെ സ്പീഡ് എത്ര മക്കളെ? ഗ്ലാസ്സിലൂടെയുള്ള സ്പീഡ് എത്ര? അതാ ഇവിടെ ഉണ്ട്, 2 × 10⁸. ഗ്ലാസ്സിലൂടെയുള്ള പ്രകാശത്തിന്റെ സ്പീഡ് എത്ര? 2 × 10⁸. അപ്പോൾ അതെടുത്ത് ഇവിടെ എഴുതാം. അപ്പോൾ ഗ്ലാസ്സിലൂടെയുള്ള സ്പീഡ് എത്ര? 2 × 10⁸. ഇനി നിങ്ങൾ കണക്ക് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ, ഇവിടെയും 10⁸ ഉണ്ട്, താഴെ 10⁸ വെട്ടിപ്പോയി. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 3/2. 3/2 എന്ന് വെച്ചാൽ എന്താ? 3ന്റെ പകുതി. 3ന്റെ പകുതി എത്ര? 1.5 അല്ലെങ്കിൽ 1.5. അപ്പോൾ ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര? 1.5. കണ്ടോ? അപ്പോൾ എങ്ങനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം കണ്ടുപിടിക്കേണ്ടത്? മുകളിൽ എപ്പോഴും 10⁸ തന്നെ. ഇനി ഏതിൻ്റെയാണോ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ എഴുതണം, അടിയിൽ എഴുതണം. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് അടുത്തതിൻ്റെ കണ്ടുപിടിക്കാം. വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം കണ്ടുപിടിക്കാം. വാട്ടറിന്റെ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എഴുതേണ്ട ഏതാ? മുകളിൽ N = മുകളിൽ എഴുതേണ്ടത് 3 × 10⁸ ആണ്, അതിന് മാറ്റമില്ല. അടിയിൽ എന്തോ എഴുതണ്ടേ? വാട്ടറിന്റെ എഴുതണം. ഇനി ഈ അടിയിൽ ഏതാ എഴുതണ്ടേ? വാട്ടറിലൂടെയുള്ള പ്രകാശത്തിന്റെ സ്പീഡ് എഴുതണം. വാട്ടറിലൂടെയുള്ള പ്രകാശത്തിന്റെ സ്പീഡ് എത്ര? 2.25 × 10⁸. എത്രയാണ്? 2.25 × 10⁸ ആണ്. 2.25 × 10⁸. ഇവിടെ നിങ്ങൾക്കറിയാം ഈ 10⁸ 10⁸ വെട്ടിപ്പോയി. അപ്പോൾ ബാക്കി എത്രയുണ്ട്? മുകളിലൊരു 3 ഉണ്ട്, താഴെ എത്രയുണ്ട്? 2.25 ഉണ്ട്. ഇനി ഇവിടെ വെച്ച് കണക്ക് ചെയ്യാൻ അറിയാത്തവർ പഠിക്കുക. 3/2.25 ഇപ്പൊ കണക്ക് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്കറിയാം ഇവിടെ ഒരു 100 കൊണ്ട് ഗുണിച്ചാൽ എന്തായിട്ട് മാറും? വെറും 225 മാറും. കണ്ടോ? ഈ പോയിന്റ് ഇങ്ങോട്ടേക്ക് പോകും. എപ്പോഴാ പോയിന്റ് അങ്ങോട്ട് പോകുന്നത്? 100 കൊണ്ട് ഗുണിക്കും. അപ്പം മുകളിലും 100 കൊണ്ട് ഗുണിക്കണം. മുകളിൽ 100 കൊണ്ട് ഗുണിച്ചാൽ എത്ര ആവും? 3 × 100 300. 300/225. പറ, 300നെ 225 ഗുണിക്കുക, ഡിവൈഡ് ചെയ്യണം. ഒരു വട്ടമല്ലേ 225, ബാക്കി എത്ര? 75 അല്ലേ? അപ്പോൾ പോയിന്റ് കൊടുക്കണ്ടേ? പോയിന്റ് കൊടുക്കണം. അപ്പോൾ എത്ര കിട്ടും? 750. 750 എന്ന് പറയുമ്പോൾ 3 വട്ടം ചെയ്തുകൂടെ? 225നെ 3 വട്ടം ചെയ്ത് എത്ര വരും? 600 വരും. 675 വരും അല്ലേ? 675. ബാക്കി എത്ര വരും? 675. ബാക്കി പറ 10 10 5 ഇവിടെ 14 4 ശിഷ്ടം കൊടുത്തില്ലേ? അപ്പം 1475 വരും. പിന്നെ എത്ര? ഒരു 0 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര വട്ടം? 3. അപ്പോൾ ഉത്തരം ഈസ് 1.33 എന്ന് പറയുന്നതാണ് ആരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഗ്ലാസിൻ, വാട്ടറിന്റെ. അപ്പോൾ വാട്ടറിന്റെ
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് 1.33, ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് 1.5 എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, വായുവിലൂടെയുള്ള ഈ പ്രകാശത്തിന്റെ സ്പീഡ് 1 ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നല്ല സുഗമമായി പോകും. ഇനി വാട്ടറിലേക്ക് വന്നാൽ അതിന്റെ സ്പീഡ് ഒന്നും കൂടെ ഒന്ന് കുറയുമെന്ന് പണ്ടേ പഠിച്ചിട്ടുണ്ട്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടോ 1.33 ആയി കൂടി. അടുത്ത ഗ്ലാസ്സിലൂടെ പ്രകാശത്തിന്റെ വേഗത പിന്നെയും കുറയും, അപ്പോഴും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലായ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. ആരുടെ സ്പീഡ് കുറയും? പ്രകാശത്തിന്റെ അതിലൂടെയുള്ള സ്പീഡ് കുറയും എന്നുള്ള കാര്യവും ഇവിടെ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്തോ പഠിച്ചത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം. ഇത് എന്തിനെ ബാധിക്കുന്നു? ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയെ, ആ വസ്തുവിന്റെ എന്തിനെ ബാധിക്കുന്നു? പ്രകാശിക സാന്ദ്രതയെ ബാധിക്കുന്നു. എന്തുവായിരുന്നു ഈ പ്രകാശിക സാന്ദ്രത? ഈ ഒരു കഴിവുണ്ടായത് കൊണ്ടാണ് ആ വസ്തുവിലൂടെയുള്ള പ്രകാശത്തിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നത്? കുറയുന്നത്. ആ സ്പീഡ് കുറയുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? അപവർത്തനാങ്കം. അപ്പോൾ മെയിൻ സംഭവമാണ് പഠിച്ചത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം. അപവർത്തനാങ്കം കണ്ടുപിടിക്കാനുള്ള സമവാക്യം n=c/v. ആരാണ് c? എന്ന് വെച്ചാൽ ശൂന്യതയിലുള്ള പ്രകാശത്തിന്റെ സ്പീഡ് എപ്പോഴും 10⁸ ആയിരിക്കും. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മുകളിൽ എപ്പോഴും ആ 3 × 10⁸. താഴെ നമുക്ക് ഏതിൻ്റെയാണോ കണ്ടുപിടിക്കേണ്ടത് അത് താഴെ എഴുതുക. ഓക്കെ, ഏതാണ്ട് ഈ വീട് അവിടെ എഴുതുക. ഓക്കെ, സെറ്റാണ്. അപ്പോൾ അപവർത്തനാങ്കം കണ്ടുപിടിക്കാനുള്ള കാര്യം പഠിച്ചു. ഇനി അടുത്ത കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ അപവർത്തനാങ്കം തീർന്നു. അടുത്ത ടോപ്പിക്കാണ്. ഇനി നിങ്ങളെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഈ പടം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ഈ പടം തന്നെയാണ് ഒന്ന് വരച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. നമ്മൾ പേനയും പെൻസിലിട്ട് വരയ്ക്കുമ്പോൾ ഇതുപോലെയാണ് വരയ്ക്കുന്നത്. അല്ലാതെ വെള്ളമൊന്നും വരയ്ക്കത്തില്ല, ആ ടാങ്ക് ഒന്നും വരയ്ക്കത്തില്ല. ഇതുപോലെ വരച്ച് വെച്ചാൽ മതി. ഈ വരയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒന്നാമതായിട്ട് പഠിക്കേണ്ടത് ഇത് മാത്രമാണ്. ഞാൻ പഠിപ്പിക്കാൻ ശ്രദ്ധിച്ചോ? സർഫസ് ഓഫ് സെപ്പറേഷൻ. ഈ ഭാഗം എന്തുവാ സർഫസ്? ഈ ഭാഗം ഏതാ? വെള്ളവും വായുവും കൂടെ. ഇവിടെ മൊത്തവും വായുവല്ലേ, ഇവിടെ മൊത്തവും വെള്ളമല്ലേ, അത് തമ്മിലുള്ള ആ വിഭജനം, അത് രണ്ടും കൂടെ വിഭജിക്കുന്ന ആ പോർഷനെ വിളിച്ച പേരാണ് മാധ്യമങ്ങളുടെ വിഭജന തലം അല്ലെങ്കിൽ സർഫസ് ഓഫ് സെപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. സർഫസ് ഓഫ് സെപ്പറേഷൻ മനസ്സിലായതാണ്ട് ഇതാണ് സർഫസ് ഓഫ് സെപ്പറേഷൻ. സെറ്റാണ്. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലായിക്കോണം, അല്ലെങ്കിൽ ഇനി ഒന്നും കിട്ടത്തില്ല. ഇനി മറ്റൊന്നാണ് നോർമൽ എന്ന് പറയുന്നത്. ഈ വര ഇങ്ങനെ വരയ്ക്കുന്ന, നെടുവേ വരച്ചേക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ സ്ട്രെയിറ്റ് ടു 90° വരച്ച ഈ വരയെ വിളിക്കുന്ന പേരാണ് നോർമൽ അല്ലെങ്കിൽ ലംബം. ഓക്കെയാണ്. ഇനി എന്താണ് മക്കളെ അടുത്ത കാര്യം പറയാണ്? ഇൻസിഡന്റ് റേ. ഇനി ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇൻസിഡന്റ് റേ എന്ന് ചോദിച്ചാൽ ഈ പോകുന്നതാണ് ഇൻസിഡന്റ് റേ. ഇങ്ങനെ വന്ന് ഇറങ്ങുന്ന റേ ആണ് ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ പതനരശ്മി. മക്കളെ എപ്പോഴും ഒരു പ്രകാശം വരയ്ക്കുന്നത് ഇങ്ങനെയാണ്, ആരോ മാർക്ക് ഇട്ടാണ്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചൊരു ആരോ മാർക്ക് ഇട്ടാൽ അതിൻ്റെ അർത്ഥം എന്തോ? ഇതാണ് പ്രകാശരശ്മി, ലൈറ്റ് റേ. ഈ വരച്ചതിന് എന്തെന്നാ വിളിക്കുന്നത്? ലൈറ്റ് റേ എന്നാണ് വിളിക്കുന്നത്. ലൈറ്റ് റേ അല്ലെങ്കിൽ പ്രകാശരശ്മി. അത് പ്രകാശരശ്മി എന്ന് വിളിക്കും. പ്രകാശം പോകുന്ന വഴി കാണിച്ചേക്കുന്നതാണ് പ്രകാശരശ്മി. ഇതൊരു പ്രകാശരശ്മിയാണ്. അത് കഴിഞ്ഞ് ഇവിടുന്ന് വേറൊരു പ്രകാശരശ്മി വരച്ചിട്ടുണ്ട്. ഈ വന്ന് ഇറങ്ങുന്ന പ്രകാശരശ്മിയെ നമ്മൾ ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ പ്രതനരശ്മി എന്ന് വിളിക്കും. ഓക്കെയാണ്. അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. പതനരശ്മി മനസ്സിലായി. ഇനി അത് കഴിഞ്ഞ് പോകുന്നത്, ഇവിടെ കഴിഞ്ഞോട്ട് പോകുന്നതിനെ വിളിച്ച പേരാണ് റിഫ്രാക്റ്റഡ് റേ അല്ലെങ്കിൽ അപവർത്തന രശ്മി. അപ്പോൾ വന്ന് ഇറങ്ങുന്നതിനെ എന്തെന്ന് വിളിക്കും? ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ പതനരശ്മി. ഈ പോകുന്നതിനെ എന്തെന്ന് വിളിക്കും? റിഫ്രാക്റ്റഡ് റേ അല്ലെങ്കിൽ അപവർത്തന രശ്മി. മനസ്സിലായേ? ഇനി അടുത്ത എന്താണ് പതനകോൺ? പതനകോൺ ഏതാന്ന് ചോദിക്കുന്നവരോട് ഇത് തമ്മിലുള്ള ഇടയിലുള്ള കോണാണ് പതനകോൺ. ഉണ്ടല്ലേ? അപ്പൊ ഈ പതനകോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതെന്ന് ചോദിച്ചാൽ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നു I. കണ്ടോ? I എവിടാന്ന് മനസ്സിലായോ? പതനരശ്മിക്കും നോർമലിനും ഇടയിൽ. ഈ നോർമൽ ഏതായിരുന്നു? ഈ പോകുന്നതിൽ നോർമൽ. പതനരശ്മി എന്ന് പറയുന്നത് ഇതല്ലയോ? അപ്പൊ പതനരശ്മിക്കും ഈ നോർമലിനും ഇടയിലുണ്ടാവുന്ന ഇവിടുത്തെ കോണാണ് എന്ത് പറയുന്നത്? I അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതനകോൺ. സെറ്റാണ്. ഇനി ഇതുവഴി ഇറങ്ങിപ്പോകുന്നത് കണ്ടല്ലോ, ആ ഇറങ്ങിപ്പോകുന്നതും ഇവിടം തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ഉണ്ടാക്കുന്ന ആംഗിൾ, ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ നോർമൽ ലംബവും ഇറങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ അപവർത്തന രശ്മിയും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും നോർമലും തമ്മിലുണ്ടാക്കുന്ന ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളാണ് അപവർത്തന കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. നമുക്ക് അവിടെ അക്ഷരം സൂചിപ്പിക്കുക ഞാൻ R. കണ്ടോ? ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളാണ് R അല്ലെങ്കിൽ
അപവർത്തന കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചോണം. അപ്പോൾ വന്നിറങ്ങുന്നതിനെ എന്തെന്ന് വിളിക്കും? ഇൻസിഡന്റ് റേ. തിരിച്ചു പോകുന്നതിനെ എന്തെന്ന് വിളിക്കും? റിഫ്രാക്റ്റഡ് റേ. അല്ലെങ്കിൽ വന്നിറങ്ങുന്നതിനെ എന്ത് വിളിക്കും? പതനരശ്മി. തിരിച്ചു പോകുന്നത് അപവർത്തന രശ്മി. പതനരശ്മിയും ലംബവും തമ്മിലുള്ള കോണാണ് എന്തെന്ന് പറയുന്നത്? പതനകോൺ. ഇനി പോകുന്ന അപവർത്തന കോണും ലംബവും തമ്മിലുണ്ടാവുന്ന ഏത് കോണാണ്? എന്തൊരു കോണാണ് ഉണ്ടാവുന്നതെന്ന് പറയുന്നത്? അപവർത്തന കോൺ. അപ്പൊ ഇവിടെ അപവർത്തന കോണും ഇവിടെ പതന കോണും സെറ്റാണ്. ഈ ഒരു പടവും ഇത്രയും കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി പഠിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതാണ് സത്യം. ഓക്കെ ആണ്, മനസ്സിലായല്ലോ? സെറ്റാണെന്ന് വിശ്വസിക്കും. ലൈക്ക് ചെയ്യണേ. എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ കമൻറ്റിലൂടെ ലൈക്കിലൂടെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പോൾ അടുത്ത വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, ഏതൊരു പരീക്ഷയ്ക്കും ഇങ്ങനത്തെ പടങ്ങൾ പ്രതീക്ഷിക്കാം. വളരെ വളരെ IMQ ഇമ്പോർട്ടൻ്റ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഈ പടങ്ങൾ നിങ്ങൾ മറക്കരുത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മറക്കരുത് മറക്കരുത് മറക്കരുത്. വാ നമുക്ക് പഠിക്കാം. നോക്കിക്കോ, എന്താണ് പടം? എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഏതോ ഒരു പ്രകാശരശ്മി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? വന്നിറങ്ങുന്നു. അതെന്ത് ചെയ്യുന്നു? ഇങ്ങനെ പോകുന്നു. അറിയാം. ഇവിടെ ഒരു കോൺ ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെയും ഒരു കോൺ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പടം കണ്ടപ്പോൾ മനസ്സിലായി. ഓക്കെ, ഇനി എന്താണ് വാചകം എന്ന് ചോദിക്കും. വെൻ എ ലൈറ്റ് റേ എൻ്റർ ഫ്രം ഒപ്റ്റിക്കലി റെയറർ മീഡിയം. എന്താ മക്കളെ ഈ വാക്ക്? റെയറർ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് റെയറർ മീഡിയം എന്ന് വെച്ചാൽ പ്രകാശം നല്ല സ്പീഡിൽ പോകുന്ന മീഡിയമാണ് റെയറർ മീഡിയം. പ്രകാശം നല്ല വേഗതയിൽ കടന്നു പോകുന്ന ഭാഗമാണ് റെയറർ മീഡിയം. ഇനി ഈ ഡെൻസർ മീഡിയത്തിൽ പ്രകാശം ഭയങ്കരമായിട്ട് സ്ലോയിലേ പോകും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കും. ഇവിടെ എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്. എവിടെ കൂടാ പ്രകാശം നല്ല സ്പീഡിന് പോകുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടം. അപ്പം ഇത് ഏത് മീഡിയം? റെയറർ മീഡിയം അല്ലെങ്കിൽ പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമം. കേട്ടല്ലേ? ഇവിടെയാണ് കുറവ്, സാന്ദ്രത കുറവ്, ഡെൻസിറ്റി കുറവ്. അപ്പം റെയറർ മീഡിയം അല്ലെങ്കിൽ പ്രകാശ സാന്ദ്രത കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ എയറിലാണ്. എന്ന് പറഞ്ഞാൽ അവിടെ കൂടെ പ്രകാശം നല്ല സ്പീഡിൽ പോകും. ഇനി അപ്പോൾ ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ താഴെ കൊടുത്തിരിക്കുന്നതാണ്. അവിടെ പ്രകാശം ചരിഞ്ഞ് അപവർത്തന രശ്മി ലംബത്തോടെ എടുക്കുന്നത്. അത് വിട്ടേക്ക്. ടു ഡെൻസർ. അപ്പം പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമം. കേട്ടോ? പ്രകാശ സാന്ദ്രത കൂടിയത് പ്രകാശ സാന്ദ്രത കൂടിയത്. ഓക്കെയാണ്. അപ്പം എന്താണ് റെയറർ, എന്താണ് ഡെൻസർ എന്ന് മനസ്സിലായോ? പ്രകാശ സാന്ദ്രത കുറവ് ഇവിടെയും പ്രകാശ സാന്ദ്രത കൂടുതൽ ഇവിടെയാണ്. അപ്പോൾ ഈ മീഡിയം റെയറർ മീഡിയം, ഈ മീഡിയം ഡെൻസർ മീഡിയം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റാണ്. അപ്പോൾ ഈ വാക്കിന് ശ്രദ്ധിച്ചോ. വെൻ ലൈറ്റ് എൻ്റർ ഫ്രം ഒപ്റ്റിക്കലി എന്ന് വെച്ചാൽ ചരിഞ്ഞിങ്ങനെ വന്ന് വീഴുമ്പോൾ റെയറർ മീഡിയം ടു ഡെൻസർ. നോക്ക്, എവിടെ നിന്നാണ് റെയറർ? നമുക്ക് ആരോ മാർക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, എന്നിട്ട് ഇങ്ങോട്ടാണ് വീഴുന്നത്. റെയറർ മീഡിയത്തിൽ നിന്നും ഇവിടേക്കാണ് വീഴുമ്പോൾ എന്ത് സംഭവം? ഇറ്റ് ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദ നോർമൽ. ഇതാണ് ഇമ്പോർട്ടൻ്റ് വരി. എന്ത് ചെയ്യുന്നു? നോർമലിലേക്ക്, ലംബത്തോട് അടുക്കുന്നു. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ ചുമന്ന വരയിൽ വരയ്ക്കാം. ഈ പ്രകാശരശ്മി യഥാർത്ഥത്തിൽ പോവേണ്ടത് ഇങ്ങനെ പോവേണ്ട രശ്മിയാണ്. കണ്ടോ? ഈ പ്രകാശരശ്മി യഥാർത്ഥത്തിൽ ഇങ്ങനെ പോകേണ്ടതാണ്. ഇങ്ങനെ പോകേണ്ട രശ്മി എന്ത് ചെയ്യുന്നു? ഇതിനകത്തോട്ട് ചേരുന്നു. കണ്ടോ? ഏതാ ലംബം? ഇതല്ലേ ലംബം. അപ്പം ഇങ്ങനെ പോകേണ്ട രശ്മി എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് അടുക്കുക. ഇതുമായിട്ട് ഈ കൊടുത്തിരിക്കുന്നതുമായിട്ട് അടുക്കുന്നു. ഏതുമായിട്ട്? ഈ ലംബവുമായിട്ട് അടുക്കുന്നു. ലംബത്തോട് എന്ത് ചെയ്യുന്നു? അടുക്കുന്നു. അപ്പം മനസ്സിലായോ എന്താ സംഭവം? എന്തോ സംഭവം? വളരെ വലിയ സംഭവമൊന്നുമില്ല. എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ പ്രകാശരശ്മി പോകേണ്ടത് ഇങ്ങനെയാണല്ലോ. ഇങ്ങനെയാണ് പ്രകാശരശ്മി. ഇപ്പൊ ചുമന്ന വരയിരിക്കുന്ന വരയിലൂടെയാണ് പോകേണ്ടത്. ഇങ്ങനെ പോകേണ്ടത്. ചരിയുന്നതിനെ വിളിച്ച പേരെന്തുമായിരുന്നു? ഇങ്ങനെ ചരിയുന്നതിനെ വിളിച്ച പേരെന്തുമായിരുന്നു? റിഫ്രാക്ഷൻ. ഈ ചരിയുന്നത് എങ്ങനെയൊക്കെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ നേരെ പോകേണ്ട സാധനം എന്ത് ചെയ്യാൻ? നമുക്ക് ഇങ്ങോട്ട് ചരിഞ്ഞുകൂടായിരുന്നു. എന്താ അങ്ങോട്ട് ചരിയാഞ്ഞേ? താഴോട്ടല്ലേ. ഇപ്പൊ ഇത് എങ്ങോട്ടാണ് ചരിഞ്ഞത്? ഇങ്ങോട്ടാണ് ചരിഞ്ഞത്. നമുക്ക് എന്ത് വേണമെങ്കിൽ ഇങ്ങോട്ട് ചരിഞ്ഞുകൂടായിരുന്നോ? ചരിയാമായിരുന്നല്ലോ. അല്ലെങ്കിൽ ഡീവിയേഷൻ, വ്യതിയാനം സംഭവിച്ചൂടെ? ഈ നേരെ പോകേണ്ടതിന് ഇവിടെ വെച്ച് ഇങ്ങോട്ടേക്ക് വ്യതിയാനം സംഭവിക്കാമായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ എങ്ങോട്ടാണ് സംഭവിച്ചത്? ഇങ്ങോട്ടേക്കാണ് സംഭവിച്ചത്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് മീഡിയമാണ്? റെയറർ എന്ന് വെച്ചാൽ പ്രകാശ സാന്ദ്രത കുറവ്. ഇതെന്തൊരു മീഡിയമായിരുന്നു? ഡെൻസർ, പ്രകാശ സാന്ദ്രത കൂടുതൽ. എന്ന് പറയുമ്പോൾ റെയറർ ടു ഡെൻസറിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്ന? ആ വളവ് എങ്ങോട്ടേക്ക് ഒട്ടിപ്പിടിക്കും? ആരുമായിട്ട് ഇങ്ങനെ അട്രാക്ഷൻ വരുമെന്ന് ചോദിച്ചാൽ, ആരുമായിട്ട് വലിയ സ്നേഹത്തിലെത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നോർമലുമായിട്ട്
അടുക്കാൻ നോക്കും. അപ്പോൾ ഏതാണ് നോർമൽ? ഇതാണ് നോർമൽ. അതുകൊണ്ട് ഇങ്ങനെ വളയാതെ ഇങ്ങോട്ടേക്ക് വളഞ്ഞു, ഈ നോർമലിൻ്റെ അടുത്തോട്ട് വളയുകയും ഈ നോർമലിൻ്റെ അടുത്തേക്ക് ഇത് അടുത്തു. അതിനെയാണ് ലംബത്തോട് അടുക്കുന്നു എന്ന് പറഞ്ഞേക്കുന്നത്. സെറ്റാണ്. അപ്പോൾ നേരെ പോവേണ്ടത് ചരിയുന്നതിനെ നമുക്ക് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. ഇത് എങ്ങോട്ടാ ചരിയേണ്ടത്? ഇതിനെ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ഡീവിയേഷൻ ചെയ്യാമായിരുന്നല്ലോ. ചെയ്യാതെ അത് എങ്ങോട്ടേക്ക് ഈ പറഞ്ഞ ലംബത്തിൻ്റെ അടുത്തേക്ക് അടുക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ റെയറർ മീഡിയം ടു ഡെൻസർ ആയതുകൊണ്ട്. എങ്ങോട്ട് എവിടുന്ന് എങ്ങോട്ടാണെങ്കിൽ റെയറർ ടു ഡെൻസർ ആവുന്നെങ്കിൽ ഇത് റെയറർ മീഡിയമാണ്, ഇത് ഡെൻസർ മീഡിയം. അതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു? നോർമലിലേക്ക് അടുക്കുന്നു, ലംബത്തോട് അടുക്കുന്നു. സെറ്റാണ്. എന്തുകൊണ്ട്? എയറിനകത്ത് നല്ല സ്പീഡിൽ പോവും, അത് കണക്ക് വാട്ടറിലാണെങ്കിൽ സ്പീഡ് കുറയും. അതുകൊണ്ട് ഡെൻസർ ആരാണ്? വാട്ടർ. സെറ്റാണ്. ഇനി അടുത്ത കാര്യം, ഇനി നോക്ക്. ഇനി ഇവിടെ എഴുതിയേക്കുന്ന മാത്രമേ ഞാൻ പറയൂ. ഡെൻസർ ടു റെയറർ എങ്ങനെയുള്ളതാണ്? ഡെൻസർ ടു റെയർ. ഇപ്പുറത്തെ പടം ഞാൻ പറഞ്ഞില്ല, ഇത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഇത് എയർ ആണ്, ഇത് ഗ്ലാസ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ പോകേണ്ടത് എങ്ങോട്ടേക്ക് അടുത്തു? ഈ നോർമലിലേക്ക് അടുക്കുന്നു. കണ്ടോ? നോർമലിലേക്ക് അടുത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത്. കണ്ടോ? ഇത് ഇത്രയും അടുത്തു. ഏതാണ്ട് ഈ നോർമലുമായിട്ട് അടുക്കുന്നുണ്ടല്ലോ, ഈ നോർമലുമായിട്ട് നല്ല അടുപ്പമുണ്ടല്ലോ, നമുക്ക് അടുത്ത് വന്നേക്കുവാണ്. അതാണ് സംഭവം കേട്ടോ. ഇങ്ങനെ നേരെ പോകേണ്ടത് ഇങ്ങോട്ടേക്ക് അടുത്തു. എന്തുകൊണ്ടത്? റെയറർ ടു ഡെൻസർ ആയതുകൊണ്ട്. സെറ്റാണ്. ഇനി അടുത്ത പടത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. ഡെൻസറിൽ നിന്നും റെയറിലേക്ക്. ഇതെന്ത് മീഡിയമാണ്? എയറാ. പക്ഷേ പ്രകാശരശ്മി ഇങ്ങനെയല്ലേ പോകുന്നത്? നോക്ക്, ആരോ മാർക്ക് നോക്ക്. കണ്ടോ? ഇവിടുന്ന് കാണിച്ചേക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഡെൻസർ മീഡിയം ടു റെയറർ. അപ്പോൾ ഇവിടെ എഴുതാൻ നമുക്ക് ഇതെന്തൊരു മീഡിയം? ഡെൻസർ. ഇതെന്തൊരു മീഡിയം? റെയറർ. മലയാളം എന്തോ? പ്രകാശ സാന്ദ്രത കുറവ്, പ്രകാശ സാന്ദ്രത കൂടുതൽ. ഓക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് പോകേണ്ട പ്രകാശരശ്മിക്ക് ഇവിടുന്ന് ഇങ്ങനെ പോകാമായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ പോകേണ്ടത് എങ്ങനെയാണ്? വരച്ചിടാം. ഇങ്ങനെ പോകേണ്ട രശ്മിയാണ്. ഇങ്ങനെ പോകേണ്ട രശ്മി ആരുമായിട്ട്? ഇതല്ലോ ലംബം. ഈ വരയ്ക്കുന്നതിൽ ലംബം. ലംബത്തോട് എന്ത് ചെയ്തു? ലംബത്തിൽ നിന്ന് വളരെ അകലം പാലിക്കും. ലംബത്തോട് വളരെ അകലം പാലിക്കും. എപ്പോഴാ? ഡെൻസർ ടു റെയറർ ആവുമ്പോൾ. കണ്ടോ? ഡെൻസറിൽ നിന്ന് റെയറർ ആവുമ്പോൾ അതെന്ത് ചെയ്യും? എവേ ഫ്രം നോർമൽ. നോർമലിൽ നിന്നും അകലും, ലംബത്തിൽ നിന്നും അകലുന്നു, ലംബത്തിൽ നിന്നും അകലുന്നു. ഓക്കെയാണ്, പഠിച്ചു വെച്ചേക്കണം. നോക്ക്, ഇതെന്തൊരു മീഡിയമാണ്? ഡെൻസർ. ഇതെന്തൊരു മീഡിയമാണ്? ഡെൻസർ. ഇതെന്തൊരു മീഡിയമാണ്? റെയറർ. അറിയാം. നോക്ക്, ഇത് ഗ്ലാസ്സാ. ഗ്ലാസ് നല്ല കട്ടിയാണെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വിചാരിച്ചാൽ മതി. ഗ്ലാസ്സിന് നല്ല കട്ടിയായതുകൊണ്ട് അതുകൂടി പ്രകാശം പങ്കിയേ പോത്തോളൂ എന്ന് പറയുമ്പോൾ ഇതെന്തൊരു മീഡിയം? റെയറർ മീഡിയം. ഇത് വെള്ളമാ, അത് നല്ല ചൂട് സ്പീഡിൽ പോകും. അപ്പോൾ ഇതെന്തൊരു മീഡിയം? റെയറർ മീഡിയം. ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ ലംബത്തിൽ നിന്നും അകലണം. ലംബത്തിൽ നിന്ന് അകലണം. യഥാർത്ഥത്തിൽ ഇത് പോകേണ്ടത് ഇങ്ങനെയാണ് അല്ലേ? യഥാർത്ഥത്തിൽ ഈ പ്രകാശരശ്മി ഇങ്ങനെ പോകേണ്ടത് എങ്ങോട്ടേക്ക് ചരിയും? ഇങ്ങോട്ടേക്ക് ചരിയുന്നതിനെ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്ന് വിളിക്കും. പക്ഷെ ഇവിടെ ചരിഞ്ഞത് എങ്ങനെയാണ്? ഇങ്ങനെ പോകേണ്ട പ്രകാശരശ്മി എന്ത് ചെയ്തു? ഈ പറയുന്ന ലംബത്തിൽ നിന്നും അകന്നു നിൽക്കുകയാണ്. ലംബത്തിൽ നിന്നും അകന്നു നിൽക്കുന്നു. ലംബത്തിൽ നിന്ന് അകന്നു. എന്തുകൊണ്ടാകുന്നത്? അത് ഡെൻസർ ടു റെയറർ ആയതുകൊണ്ട്. ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്? അകലുന്നത്. തിരികുമ്പോൾ എന്ത് ചെയ്യും? അടുക്കുന്നു. ഇത് രണ്ട് തെറ്റാതെ പഠിക്കണം. ആ വരി ഞാൻ എഴുതി എടുത്തു വെച്ചു, പടവും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നന്നായി ഞാൻ പറഞ്ഞ കാര്യം പടത്തിലൂടെ നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. ഇത് വാട്ടർ, ഇത് എയർ. എയറിൽ നിന്ന് വാട്ടറിലേക്കാവുമ്പോൾ എന്താ? റെയറർ ടു എവിടെയാണ്? ഡെൻസർ ആണ്. അതുകൊണ്ട് അതെന്ത് ചെയ്യും? അടുക്കുന്നു. കണ്ടോ? ഈ നോർമലിലേക്ക് അതെന്ത് ചെയ്യുന്നു? അടുക്കുന്നു. കണ്ടോ? ഇത് ഏതാണ്? ഇതെന്താണ്? നോർമൽ. അതിലേക്ക് അടുക്കുന്നു. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഇത് ഗ്ലാസ് ആണ്. അതിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോൾ അതെന്ത് ചെയ്യുന്നു? അകലുന്നു. കണ്ടോ? ഇങ്ങനെ പോകുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു? അകന്നു പോവുകയാണ്. നോർമലിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ്. കണ്ടോ? നോർമൽ. ഇതാണ് നോർമൽ. അതിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ് എന്ന് പഠിക്കാം. ഇനി ഏറ്റവും അവസാനത്തെ പോയിന്റ്, ഇവിടെ വാട്ടർ ഉണ്ട്, ഇവിടെ ഗ്ലാസ് ഉണ്ട്. എ റേ ഇൻസിഡന്റ് നോർമലി, ഒരു റേ നേരെ പതിക്കുന്നു. കണ്ടോ? നമ്മുടെ പ്രകാശരശ്മി ഇതല്ലയോ? ഇതാണ് പ്രകാശരശ്മി. കണ്ടോ? ആരോ മാർക്കുണ്ട്, ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ വെള്ളത്തിൽ നിന്നും പ്രകാശരശ്മി എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കയറുന്നു. അത് വായുവിലെത്തുമ്പോഴും യാതൊരു ചരിവും ഉണ്ടാകില്ല. യാതൊരു ചരിവ് എന്നല്ല മലയാളം, വ്യതിയാനം അല്ലെങ്കിൽ ഡീവിയേഷൻ ഉണ്ടാവില്ല. ഡസ് നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ. അപവർത്തനം സംഭവിക്കുമോ? ഇല്ല, അപവർത്തനം സംഭവിക്കുന്നില്ല. അപ്പൊ ഒരു പ്രകാശരശ്മി നേരെ വന്ന് വീണാൽ അപവർത്തനം ഉണ്ടോ? ഇല്ല. എപ്പോഴേ ഉള്ളൂ?
ചരിയുമ്പോൾ കണ്ട ചരിഞ്ഞു വന്ന് വീണു, കണ്ട ഇവിടെയും ചരിഞ്ഞു വന്ന് വീണു, അത് കണക്ക് ഇവിടെയും ചരിഞ്ഞു വന്ന് വീണു, ഇവിടെയും ചരിഞ്ഞു വന്ന് വീണു. നേരെ വന്ന് വീണാൽ വല്ലതും സംഭവിക്കുമോ? ഇല്ല, രണ്ടിലും എന്ത് ചെയ്യും? നേരെ നിൽക്കത്തേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ 3 പോയിന്റ് എന്താ, ഒന്നാമത്തെ പോയിന്റ്, അത് കണക്ക് രണ്ടാമത്തെ പോയിന്റ്, അത് കണക്ക് മൂന്നാമത്തെ പോയിന്റ് പഠിക്കണം. അത് കണക്ക് ഈ 2 ചിത്രങ്ങൾ, ഈ 2 ചിത്രങ്ങൾ, അത് കണക്ക് ഈ 2 ചിത്രങ്ങൾ കൃത്യമായി പഠിക്കണം. എങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചാലും ഇത് എയറെന്ന്, ഇത് വാട്ടറെന്ന്, ഇത് ഗ്ലാസ് എയർ, ഇങ്ങനെയൊക്കെ മാറ്റി ചോദിച്ചാലും ഇത് വരയ്ക്കുന്ന കാര്യം പഠിക്കണം. അകലുന്നു, അടുക്കുന്നു, എപ്പോഴാണ് അടുക്കുന്നത്, എപ്പോഴാണ് അകലുന്നതെന്ന് നിങ്ങൾ തന്നെ ഇനിയും കേട്ട് കേട്ട് കൃത്യമാക്കി ബുക്കിൽ എഴുതി പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസാണ് ന്യൂജൻ മാത്ത് എന്ന ഈ ചാനൽ വരുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക. ബൈ, താങ്ക് യു.